ഒരുപാട് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റേറ്റ് സിലബസ് എന്നോ CBSE എന്നോ അല്ലെങ്കിൽ മറ്റ് സിലബസുകളുടെ വ്യത്യാസമില്ലാതെ എല്ലാം തന്നെ NCERT ബേസ് നാഷണൽ കരിക്കുലം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബേസിലുള്ള കരിക്കുലം ഓരോ വർഷവും മുൻകാലങ്ങളിൽ 5 വർഷം കൂടുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ വർഷവും അത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് 6th സ്റ്റാൻഡേർഡിലേക്ക് പുതുക്കപ്പെട്ടു. ഇത് അടുത്തത് 7, 8 ക്ലാസ്സുകളിലേക്ക് പുതിയ സിലബസ് വരുന്നു, 9th വരുന്നു, 11th വരുന്നു. ഇങ്ങനെ ചെറിയ ക്ലാസ്സുകൾ മുതൽ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ എല്ലാ സിലബസിലുള്ള മാറ്റം, കരിക്കുലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് കുട്ടികൾക്ക് അധ്യാപകർ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഈ പ്രാക്ടിക്കൽ ഓറിയൻ്റായിട്ട് ഉള്ള മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, സാറ് നേരത്തെ ലൈഫ് സ്കിൽസിനെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കുറേ കൂടി വൊക്കേഷണലായിട്ട് ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികളെ സ്കൂൾ നിലവാരത്തിൽ, ഇപ്പോൾ സാറ് അമൃതയിൽ വർക്ക് ചെയ്യുന്നതാണ്, ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ തന്നെ എടുത്താലും 6, 7, 8 ക്ലാസ്സുകളിൽ തന്നെയുള്ള സിലബസ്, അത് മാത്തമാറ്റിക്സ് ആകട്ടെ, സയൻസ്, സോഷ്യൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലാകട്ടെ, അതല്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭാഷാ വിഷയങ്ങളിൽ പോലും ഉൾക്കൊള്ളിക്കുന്ന ലെസൺസ് കുറച്ചുകൂടെ കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് ഉള്ള വിഷയങ്ങൾ, പ്രാക്ടിക്കൽ നോളജ് അഥവാ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കില്ലിംഗ് എൻറിച്ച് ചെയ്യുന്ന രീതിയിൽ ആണ് ഇപ്പോൾ കരിക്കുലം മാറിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും കുട്ടികൾ കുറേ കൂടി ഇൻവോൾവ് എഡ്യൂക്കേഷൻ ആവും. അതല്ലാതെ ഒരു സിംഗിൾ ടീച്ചർ സ്റ്റുഡൻറ് സെൻറ്റേഡ് ആയിട്ടുള്ളതല്ല, ഒരു പരസ്പരം, ഞാൻ നേരത്തെ ടീച്ചറും സ്റ്റുഡൻറ്റുമായിട്ടുള്ള ഇൻവോൾവ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും കുട്ടികൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ് കൊടുക്കുക. ഇവയെല്ലാം കുട്ടികൾ വളരെ വളരെ രസകരമായിട്ട്, കൗതുകരമായിട്ട്, ടീച്ചേഴ്സിനെ മറ്റ് സ്വന്തം രക്ഷിതാക്കളെ പോലും ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ മുൻപേ ഉണ്ട്. എന്നാൽ കുറേ കൂടി ഇപ്പോൾ ആ കരിക്കുലത്തിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കുന്ന പ്രോജക്ട്സിനെ കുട്ടികൾ ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷേ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, IT മേഖലകളിൽ ഒക്കെ ചെയ്യുന്നതിനേക്കാളും കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെറിയ കുട്ടികൾ ചെയ്യുന്നത് നമ്മളെ തീർച്ചയായിട്ടും അധ്യാപകരെയും മുതിർന്നവരെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുണ്ട്. അതിനെല്ലാം ബേസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ സാർ സൂചിപ്പിച്ചതുപോലെ കരിക്കുലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം തന്നെയാണ്. അത് NEP 2020 ബേസ് ചെയ്തിട്ട്, അത് NCERT ആകട്ടെ, എല്ലാ സംസ്ഥാനങ്ങളുടെയും SCERT ആകട്ടെ, അവരെല്ലാം ആ ഒരു ഗവേഷണ ത്വരയോടുകൂടി സിലബസിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ സാറ് സൂചിപ്പിച്ച സ്കൂൾ നിലവാരത്തിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അതിനു വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു.